ഇനി നമ്മൾ നോക്കുന്നത് സർഫസ് ആൻഡ് ഇന്റർഫേഷ്യൽ ഫിനോമിനൻ എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അതിൽ ആദ്യം നമുക്ക് എന്താണ് സർഫസ്, എന്താണ് ഇന്റർഫേസ് എന്നുള്ളൊരു ബേസിക് ഐഡിയ വേണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കും. സോളിഡ് ആകാം, ലിക്വിഡ് ആകാം, ഗ്യാസ് ആകാം, ഏതോ ആകാം. സപ്പോസ് നമുക്ക് രണ്ട് സോളിഡ് പാർട്ടിക്കിൾസ് എടുക്കാം. ഓക്കെ, അപ്പം ഇവർ രണ്ടുപേരും തമ്മിൽ കോണ്ടാക്റ്റിലാണ്. അപ്പം ഇവർ തമ്മിൽ ഒരു ബൗണ്ടറി ഉണ്ടോ? ഇതാണ് ബൗണ്ടറി. ഈ ബൗണ്ടറിനെ പറയുന്ന പേരാണ് എന്ത്? ഇന്റർഫേസ്. ഇതിപ്പോൾ നമ്മൾ രണ്ട് സോളിഡ് പാർട്ടിക്കിൾസിന്റെ കേസാണ് എടുത്തത്. നോക്കാം, ഇതാണ് ഒരു ലിക്വിഡ്, ഒരു ലിക്വിഡ്. അപ്പോൾ ഇത് രണ്ട് ലിക്വിഡ് ഫേസ്, ഇവർ തമ്മിൽ കോണ്ടാക്റ്റിൽ വന്നു. ആ ബൗണ്ടറി ഇതാണ് ഇന്റർഫേസ്. അപ്പം രണ്ട് പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റിലെത്തി. കോണ്ടാക്ട് ചെയ്യുന്ന കാരണം അവിടെ ഉണ്ടാകുന്ന ഒരു ബൗണ്ടറി, ആ ബൗണ്ടറിനെ പറയുന്ന പേരാണ് ഇന്റർഫേസ്. സോ ഇനി നമ്മൾ പറയുന്നത് ഒരു ഫേസ് ഗ്യാസും ഗ്യാസ് അല്ലെങ്കിൽ വേപ്പർ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ആ ഇന്റർഫേസ് അല്ലെങ്കിൽ ബൗണ്ടറിനെ നമ്മൾ എന്തെന്ന് പറയും? അവിടെ ഇന്റർഫേസ് എന്നല്ല പറയുന്നത്, അതിന് പകരം നമ്മൾ സർഫസ് എന്ന് പറയുന്ന ടേമാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതൊരു പ്ലേറ്റ് ആണെന്ന് വിചാരിക്കും, ഇത് സോളിഡ്. ഓക്കെ, അടുത്ത ഫേസ് ഇവിടെ ഏതാണ്? വേപ്പർ ഫേസ് ആണ്. സോ ഒരു പെർട്ടിക്കുലർ ഫേസ് കോണ്ടാക്റ്റിൽ ഇരിക്കുന്നത് വേപ്പർ ഫേസ് അല്ലെങ്കിൽ ഗ്യാസുമായിട്ടാണെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബൗണ്ടറിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? നമ്മൾ ഇന്റർഫേസിന് പകരം സർഫസ് എന്നാണ് പറയുന്നത്. സോ രണ്ട് പാർട്ടിക്കിൾസ് കോണ്ടാക്റ്റിലെത്തി, ആ കോണ്ടാക്റ്റിലുള്ള ആ ബൗണ്ടറി അതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പാർട്ടിക്കിളിൽ ഏതെങ്കിലും ഒരു ഫേസ് എന്താണ്? ഗ്യാസ് അല്ലെങ്കിൽ വേപ്പർ ആണെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന ബൗണ്ടറിനെ പറയുന്ന പേരാണ് സർഫസ്. ഓക്കെ, ഇനി രണ്ട് ഗ്യാസ് ഫേസ് ആണെങ്കിൽ അവിടെ എന്തില്ല? ഒരു ഇന്റർഫേസ് ഇല്ല. കാരണം ഇതൊരു ഗ്യാസ്, ഇതൊരു ഗ്യാസ്, ഇവർ രണ്ടുപേരും കൂടി മിസിബിൾ ആണ്. അപ്പൊ ഇവിടെ എന്തില്ല? ഒരു ബൗണ്ടറി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ അതാണ് ഇന്റർഫേസ്, സർഫസ് എന്ന് പറയുന്നത്. ഇനി സർഫസ് നമുക്ക് രണ്ട് ടൈപ്പാണുള്ളത്. സോളിഡ് സർഫസും ഉണ്ട്, ലിക്വിഡ് സർഫസും ഉണ്ട്. ഇപ്പൊ നോക്കാം, ഇതൊരു പ്ലേറ്റ് എന്ന് ഞാൻ പറഞ്ഞു. ആ പ്ലേറ്റിന്റെ മുകളിൽ ഗ്യാസ് വന്നു. അപ്പം ഈ ഒരു സോളിഡും ഈ ഒരു വേപ്പറും തമ്മിലുള്ള ആ ഒരു ഇന്റർഫേസിനെ നമ്മൾ സോളിഡ് സർഫസ് എന്ന് പറയും. അതേസമയം ലിക്വിഡ് സർഫസ് ആണെങ്കിൽ ഒരു ബീക്കർ, രണ്ട് എമിസിബിൾ ലിക്വിഡ് എ ബി എന്ന് പറയുന്ന രണ്ട് എമിസിബിൾ ലിക്വിഡ് ഉണ്ട്. ഇവർ തമ്മിലുള്ള സർഫസ് നമ്മൾ എന്താന്ന് പറയും? ലിക്വിഡ് സർഫസ് എന്ന് പറയും. സോറി, ഇത് വാട്ടർ ആണ്, ബീക്കറിൽ വാട്ടർ ഉണ്ട്. സോ ഇത് ഫുള്ള് വാട്ടർ ആണ്. ഇതിന്റെ മുകളിൽ എന്താണ്? വേപ്പർ ഉണ്ട്. ഓക്കെ, ആ വേപ്പർ, അപ്പം ഈ വേപ്പറും ഈ ലിക്വിഡും തമ്മിലുള്ള ആ ഒരു സർഫസ് നമ്മൾ ലിക്വിഡ് സർഫസ് എന്ന് പറയും. സോ സോളിഡ് സർഫസ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു സോളിഡ് മെറ്റീരിയൽ, അത് വേപ്പറുമായിട്ടുള്ള സർഫസ് അല്ലെങ്കിൽ ഇന്റർഫേസ് ആണ് സോളിഡ് സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേസമയം ലിക്വിഡ് സർഫസ് ആണെങ്കിൽ നോക്ക്, ഒരു ബീക്കറിൽ വാട്ടർ ഉണ്ട്, ഇതിന്റെ മുകളിൽ വേപ്പർ ഉണ്ട്. സോ ഈ വേപ്പർ ഫേസും വാട്ടർ ഫേസും തമ്മിലുള്ള ഇന്റർഫേസിനെ നമ്മൾ ലിക്വിഡ് ഇന്റർഫേസ് എന്ന് പറയും. ഓക്കെ, ഇനി ബേസിക്കലി നമുക്ക് മൂന്ന് ടൈപ്പ് ഓഫ് ഇന്റർഫേസ് ആണുള്ളത്. സോളിഡ് ലിക്വിഡ് ഇന്റർഫേസ് ഉണ്ട്, ലിക്വിഡ് ലിക്വിഡ് ഇന്റർഫേസ് ഉണ്ട്, സോളിഡ് സോളിഡ് ഇന്റർഫേസും ഉണ്ട്. അതിൽ ഫസ്റ്റ് നമുക്ക് സോളിഡ് ലിക്വിഡ് ഇന്റർഫേസിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സപ്പോസ് ഇതൊരു ബീക്കർ ആണെന്ന് വിചാരിക്കാം. ആ ബീക്കറിൽ നമ്മളൊരു ലിക്വിഡ് ഒഴിച്ചിട്ടുണ്ട്, സപ്പോസ് വാട്ടർ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സോളിഡ് ആഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഒരു മെറ്റൽ പീസോ അല്ലെങ്കിൽ ഗോലി, അങ്ങനെ എന്തെങ്കിലും ഒരു സോളിഡ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. സോ ഈ സോളിഡിനും ലിക്വിഡും തമ്മിൽ ഒരു ബൗണ്ടറി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ബൗണ്ടറിയാണ് സോളിഡ്, എന്താണ്? സോളിഡ് ലിക്വിഡ് ഇന്റർഫേസ്. ഓക്കെ, സോളിഡും ലിക്വിഡും തമ്മിലുള്ള ബൗണ്ടറിയാണ് സോളിഡ് ലിക്വിഡ് ഇന്റർഫേസ്. അതാണ് ഫസ്റ്റത്തെ സോളിഡ് ലിക്വിഡ് ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സോളിഡിൽ കളേർഡ് ആയിട്ടുള്ള സൊല്യൂട്ട് വന്ന് അബ്സോർബ് ആകുന്നത്. ഫോർ എക്സാമ്പിൾ ഇതൊരു സോളിഡ്, അതിനകത്തേക്ക് എന്ത് ചെയ്യും? കളേർഡ് സൊല്യൂട്ട് വന്ന് അബ്സോർബ് ആകും. അപ്പം ഇതാണ് എന്ത്? സോളിഡ് ലിക്വിഡ് ഇന്റർഫേസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ലിക്വിഡ് ലിക്വിഡ് ഇന്റർഫേസ്. ഈ ലിക്വിഡ് ലിക്വിഡ് ഇന്റർഫേസ് ആണ് നമ്മുടെ രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്, ഇപ്പം കാർബൺ ടെട്രാക്ലോറൈഡും വാട്ടറും പോലെയുള്ള രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സ് ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു ബൗണ്ടറി കണ്ടോ, ഇത്
ഒരു ഇമ്മിസിബിൾ ലിക്വിഡ്, ഇത് അടുത്തൊരു ഇമ്മിസിബിൾ ലിക്വിഡ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു പെർട്ടിക്കുലർ ബൗണ്ടറിയാണ് ലിക്വിഡ് ലിക്വിഡ് ഇന്റർഫേസ്. അതുപോലെ അതിന് എക്സാമ്പിൾ നമ്മുടെ ഇമൽഷൻസ്. ഇനി സോളിഡ് സോളിഡ് ഇന്റർഫേസ് ആണെങ്കിൽ രണ്ട് സോളിഡ്, ഇതൊരു സോളിഡ് ഇതൊരു സോളിഡ്, ഇവിടുത്തെ ബൗണ്ടറി. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാബ്ലറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഗ്രാന്യൂൾസ് ഉണ്ടാക്കും. സോ ഗ്രാന്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ചിരിക്കും, അതാണ് ലിക്വിഡ് ലിക്വിഡ് അല്ല സോളിഡ് സോളിഡ് ഇന്റർഫേസ്. സോ ബേസിക്കലി ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇന്റർഫേസും സർഫസും. ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫേസ് തമ്മിലുള്ള ബൗണ്ടറിയാണ്. ഓക്കെ, അതിൽ ഒരു ഫേസ് വേപ്പർ ആണെങ്കിൽ അതിന് നമ്മൾ സർഫസ് എന്ന് പറയും. സോ നമ്മൾ ആദ്യം കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടേംസ് ആണ് ഇന്റർഫേസും സർഫസും. ഇന്റർഫേസും സർഫസും ക്ലിയർ ആണെങ്കിൽ ഈ യൂണിറ്റ് ഈസിലി നമുക്ക് പഠിക്കാൻ പറ്റും. സോ ഇനി നമ്മുടെ സർഫസ് ആൻഡ് ഇന്റർഫേഷ്യൽ ഫിനോമിന, അതായത് നമ്മൾ സർഫസ് എന്താണെന്ന് മനസ്സിലാക്കി, ഇന്റർഫേസ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി ഈ സർഫസിലും ഇന്റർഫേസിലും എന്തൊക്കെ ഫിനോമിനൻ സംഭവിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പഠിക്കുന്നത്. So, surface and interfacial phenomena refers to the properties exhibited at the surface or interface. സർഫസിൽ അല്ലെങ്കിൽ ഇന്റർഫേസിൽ എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് എക്സിബിറ്റ് ചെയ്യുന്നത്, അതിനെ മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് സർഫസ് ആൻഡ് ഇന്റർഫേഷ്യൽ ഫിനോമിന. സോ ഇവിടെ ബേസിക്കലി 3 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറയുന്നത്: സർഫസ് ആൻഡ് ഇന്റർഫേഷ്യൽ ടെൻഷൻ, അഡ്സോർപ്ഷൻ, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. അതായത് സപ്പോസ് ഒരു ലിക്വിഡ് സർഫസ്, ഇത് വേപ്പർ, ഇത് ലിക്വിഡ്, ഇവിടെ എക്സിബിറ്റ് ചെയ്യാവുന്ന 3 ടൈപ്പ് ഓഫ് ഫിനോമിനൻ ഉണ്ട്. സർഫസ് ആൻഡ് ഇന്റർഫേഷ്യൽ ടെൻഷൻ ഉണ്ട്, അഡ്സോർപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് അത് ഇന്റർഫേസും ഉണ്ട്. സോ നമ്മൾ 3 ടൈപ്പ് പറഞ്ഞു. ലിക്വിഡ് ലിക്വിഡ് ഇന്റർഫേസ് പറഞ്ഞു, സോളിഡ് ലിക്വിഡ് ഇന്റർഫേസ് പറഞ്ഞു, സോളിഡ് സോളിഡ് ഇന്റർഫേസ് പറഞ്ഞു. അതിൽ നമ്മൾ ലിക്വിഡ് ഇന്റർഫേസിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകണം. ഈ ലിക്വിഡ് ഇന്റർഫേസിലാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആര് വരുന്നത്, സർഫസ് ആൻഡ് ഇന്റർഫേഷ്യൽ ടെൻഷൻ വരുന്നത്. സോ ഇനി നമ്മൾ സർഫസ് ആൻഡ് ഇന്റർഫേഷ്യൽ ടെൻഷൻ ബേസിക്കലി പഠിക്കണമെങ്കിൽ നമുക്ക് 2 കാര്യങ്ങളെ പറ്റി അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? കൊഹസീവ് ഫോഴ്സും അഡ്ഹസീവ് ഫോഴ്സും. ഇതിനൊരു ട്രിക്ക് ഉണ്ട്. നമ്മൾ ഫെവിക്കോൾ ആലോചിക്കാം. ഫെവിക്കോൾ, നമ്മുടെ ഫെവിക്കോൾ എന്താണ്? അഡ്ഹസീവ് ആണ് അല്ലേ? നമ്മൾ പരസ്യത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. സോ നമ്മൾ നമ്മുടെ ചുമര് വാളിൽ പേപ്പർ ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്യുന്നതെന്ന് ആലോചിക്കാം. സോ ഇത് അൺലൈക്ക് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്, ചുമരും പേപ്പറും. സോ അൺലൈക്ക് മോളിക്യൂൾസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സസിനെ പറയുന്ന പേരാണ് എന്ത്? അഡ്ഹസീവ്. അഡ്ഹസീവ് എന്ന് പറയും. സോ അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ഫോഴ്സ് ബിറ്റ്വീൻ അൺലൈക്ക് മോളിക്യൂൾസ്. നമ്മൾ ഫെവിക്കോളിനെ ആലോചിച്ചാൽ മതി, ചുമരിൽ പേപ്പർ ഒട്ടിക്കണം. സോ അൺലൈക്ക് മോളിക്യൂൾ, അഡ്ഹസീവ്. അതേസമയം കൊഹസീവ് ഫോഴ്സ് ആണെങ്കിൽ അൻട്രാക്ഷൻ ബിറ്റ്വീൻ സിമിലർ മോളിക്യൂൾ, സിമിലർ ആയിട്ടുള്ള പേപ്പറും പേപ്പറും. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ തുണി ഒട്ടിക്കുന്നു, 2 തുണികൾ ചേർത്ത് ഒട്ടിക്കുന്നു, അതുപോലെ തന്നെ പേപ്പർ പേപ്പറിലോട്ട് ഒട്ടിക്കുന്നു. സോ സിമിലർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെ നമ്മൾ കൊഹസീവ് ഫോഴ്സ് എന്നും, അൺലൈക്ക് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെ നമ്മൾ അഡ്ഹസീവ് ഫോഴ്സ് എന്നും പറയും. സോ നമ്മൾ ലിക്വിഡിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ലിക്വിഡ് മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലൊരു കൊഹസീവ് ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. നമുക്കിവിടെ നോക്കാം. ഇതൊരു ബീക്കറിൽ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് ലിക്വിഡ് ഫേസ് ആണ്. സോ നോക്ക്, ലിക്വിഡ് 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 പാർട്ടിക്കിൾസ് തമ്മിൽ ഇവിടെ എന്തുണ്ട്, ഒരു കൊഹസീവ് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ലിക്വിഡിന്റെ ബൾക്ക്. സോ ബൾക്കിലുള്ള മോളിക്യൂൾസ് നോക്ക്, ഇതാണ് ബൾക്കുള്ള മോളിക്യൂൾ ആണെങ്കിൽ എല്ലാ ഡയറക്ഷനിലേക്കും അവർക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പുള്ള് അവർ അനുഭവപ്പെടുന്നുണ്ട്. മോളിക്യൂൾസ് ഇൻ ദ ബൾക്ക് സറൗണ്ടഡ് ഇൻ ഓൾ ഡയറക്ഷൻസ് ബൈ അതർ മോളിക്യൂൾസ്. ഇതൊരു മോളിക്യൂള്, അതിനെ എല്ലാ ഡയറക്ഷനിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, വേറെ മോളിക്യൂളിൽ സറൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈക്വൽ അട്രാക്ഷൻ എല്ലാ ഡയറക്ഷനിലേക്കും ഇവിടെ ഉണ്ട്. അപ്പൊ എന്താണ്, ഇവർ തമ്മിലുള്ള ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആയി പോകും. എല്ലാ ഡയറക്ഷനിലേക്കും ഒരേ ഫോഴ്സ് ആയത് കാരണം ഇവിടുത്തെ നെറ്റ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ ഒരു ലിക്വിഡ്. ഇത് ലിക്വിഡിന്റെ ബൾക്കും ഇത് ലിക്വിഡിന്റെ സർഫസ് ആണെന്ന് വിചാരിക്കാം. ബൾക്കിൽ കാണപ്പെടുന്ന മോളിക്യൂൾസിന് എല്ലാ ഡയറക്ഷനിലേക്കും ഒരു ഈക്വൽ പുൾ അനുഭവപ്പെടുന്നുണ്ട്. ഈക്വൽ പുൾ അനുഭവപ്പെടുന്നത് കാരണം അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്താണ്, 0 ആണ്. അതേസമയം
നോക്ക്, സർഫസിലുള്ള മോളിക്യൂൾ നോക്ക്, ഇത്ര ഭാഗത്തുള്ള ആൾക്കാർ മാത്രമല്ലേ പുള്ള് ചെയ്യുന്നുള്ളൂ. മുകളിൽ എന്താണ്? വേപ്പർ ഫേസ് ആണ് അല്ലേ. അപ്പൊ മുകളിലേക്ക് അവർക്ക് പുള്ളില്ല. അതേസമയം താഴെയുള്ള മോളിക്യൂൾസിന് മാത്രമേ ഒരു പുള്ള് അനുഭവപ്പെടുന്നുള്ളൂ. സോ ക്യാൻ ഓൺലി ഡെവലപ്പ് അട്രാക്റ്റീവ് കോസി ഫോഴ്സസ് വിത്ത് അതർ ലിക്വിഡ് മോളിക്യൂൾസ് ദാറ്റ് ആർ സ്റ്റേറ്റഡ് ബിലോ അഡ്ജസെന്റ്. അതായത് ഈ മോളിക്യൂളിന് താഴെ കാണുന്ന മോളിക്യൂൾസിന്റെ അടുത്ത് നിന്ന് മാത്രമേ അവർക്ക് ഒരു കൊഹസീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൂ. സോ അത് കാരണം ഇന്റർഫേസിലുള്ള വേറെ മോളിക്യൂളുമായിട്ട് അവർക്ക് എന്ത് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്? അഡ്ഹസീവ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. സോ അത് കാരണം എന്താണ് ഈ they can develop adhesive force of attraction which molecule consisting of other phase involved in the interface. ഇന്റർഫേസിലുള്ള വേറെ മോളിക്യൂൾസ് കാരണം അവർക്ക് അഡ്ഹസീവ് ഫോഴ്സ് ഉണ്ട്, താഴെയുള്ള മോളിക്യൂൾസ് കാരണം കൊഹസീവ് ഫോഴ്സ് ഉണ്ട്. പക്ഷേ ലിക്വിഡ് ഗ്യാസ് ഇന്റർഫേസിന്റെ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ അഡ്ഹസീവ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ ചെറുതാണ്. കണ്ട, മുകളിൽ കുറച്ച് വേപ്പർ ഉണ്ടാവുള്ളൂ. സോ ഈ കൊഹസീവ് ഫോഴ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ അഡ്ഹസീവ് ഫോഴ്സ് വളരെ കുറവാണ്. കാരണം ഇത്രയും ഭാഗത്തുള്ള മോളിക്യൂൾസിന് മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ, എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൂ? അഡ്ഹസീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ആൾക്കാർക്കെല്ലാം കൊഹസീവ് ഫോഴ്സ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. സോ അത് കാരണം നമ്മുടെ ഈ സർഫസിലുള്ള മോളിക്യൂൾസ് അകത്തേക്കൊന്ന് വലിയാനുള്ള ചാൻസ് ഉണ്ട്. നോക്കിക്കോ, ഇതാണ് നമ്മുടെ ലിക്വിഡ്, ഇതാണ് ലിക്വിഡിന്റെ സർഫസ്. ഇവിടെ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസിനാണ് എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? അഡ്ഹസീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ കൊഹസീവ് ഫോഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അഡ്ഹസീവ് ഫോഴ്സ് കുറവാണ്. അത് കാരണം ഈ മോളിക്യൂൾസിന് ഒരു ഇൻവേർഡ് പുള്ള് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബൾക്കിലോട്ട് ഒരു ഇൻവേർഡ് പുള്ള് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സോ എന്ത് സംഭവിക്കും? ഈ ലിക്വിഡ് സർഫസ് കോൺട്രാക്റ്റ് ആകും, എന്നിട്ട് ഇന്റർഫേസിലുള്ള മോളിക്യൂൾസ് എല്ലാം അകത്തേക്ക് പുള്ള് ചെയ്യുന്നുണ്ട്. സോ അത് കാരണം സർഫസ് കോൺട്രാക്റ്റ് ആകുന്നു, അങ്ങനെ ഒരു സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നു. ഈ സർഫസ് ടെൻഷൻ എന്ത് ചെയ്യും? നമ്മുടെ പാർട്ടിക്കിൾസിന്റെ സർഫസ് ഏരിയനെ ഒരു മിനിമം ആയിട്ട് റെഡ്യൂസ് ചെയ്ത് വെക്കും. ഇവിടെ നോക്ക്, ഇത് സർഫസിലുള്ള മോളിക്യൂൾസ്, ബൾക്കിൽ കോസീവ് ഫോഴ്സ് കൂടുതലാണ്, മുകളിലത്തെ പാർട്ടിക്കിൾസ് മാത്രമാണ് അഡ്ഹസീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ അഡ്ഹസീവ് ഫോഴ്സ് കുറവായത് കാരണം ഉള്ളിലേക്ക് ബൾക്കിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പാർട്ടിക്കിൾസ് ഒന്ന് വലിയുന്നുണ്ട്. അത് കാരണം എന്ത് സംഭവിക്കും? ഒരു സർഫസ് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ സർഫസ് ടെൻഷൻ പാർട്ടിക്കിൾസിന്റെ സർഫസ് ഏരിയ ഒരു മിനിമം ആയിട്ട് റെഡ്യൂസ് ചെയ്യും. സോ എന്താണ് സർഫസ് ടെൻഷൻ? അപ്പൊ സർഫസ് ടെൻഷൻ ഈസ് എ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് that must be applied parallel to the surface so as to counter balance the inward pull. നമ്മൾ പറഞ്ഞു, ഒരു ഇൻവേർഡ് പുള്ള് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഈ ഇൻവേർഡ് പുള്ളിനെ എതിർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്, ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ലെങ്ത്തിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ആ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്തിനെ പറയുന്ന പേരാണ് സർഫസ് ടെൻഷൻ. സോ ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ബൾക്കിലോട്ട് വലിയുന്നുണ്ട്. ബൾക്കിലോട്ട് വലിയുന്ന ആ ഇൻവേർഡ് പുള്ളിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ നമ്മുടെ വെള്ളത്തുള്ളികളൊക്കെ എല്ലാം എന്താണ്? സ്ഫെറിക്കൽ ഷേപ്പാണ് അല്ലേ. എന്തുകൊണ്ടാണ് ഇവർ സ്ഫെറിക്കൽ ഷേപ്പ് അസ്യൂം ചെയ്യുന്നത്? ഇതുപോലെ ഈ സർഫസ് ടെൻഷൻ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇതാണ് സർഫസ് ടെൻഷൻ.